സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജി സബ്ജക്റ്റിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ 2024 ഏപ്രിൽ ബാച്ച് മുതലാണ് ചോദ്യ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുമ്പോഴും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100 മാർക്കിനാണ് ചോദ്യം വരുന്നത്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി എത്ര മാർക്കാണ് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്? 49 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. 49 ചോദ്യങ്ങൾ നിങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പം 49 ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മളെ ഹിസ്റ്ററി സബ്ജക്റ്റിൽ കണ്ടു 51 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യോളജിയിൽ 49. അപ്പൊ ഇനി വരുന്ന ചോദ്യ പേപ്പറിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും 49 ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ആ 49 ചോദ്യങ്ങളെ 3 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ്, കൃത്യമായിട്ടുള്ള മാർക്കിന്റെ അളവിനനുസരിച്ച് ആൻസേഴ്സ് എഴുതാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അല്ലാതെ നമ്മൾ 1 മാർക്കിനോ അല്ലെങ്കിൽ ഇപ്പൊ പോട്ടെ 2 മാർക്കിനോ ഒക്കെ 4 മാർക്കിന് എഴുതുന്ന പോലെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 2 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ജസ്റ്റ് ഒരു 2 സെന്റൻസ് അല്ല 3 സെന്റൻസിൽ ഒതുക്കണം അല്ലെ നമ്മൾ ആൻസേഴ്സ്. അപ്പൊ അത് നിങ്ങൾ 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണോ, എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതൊക്കെ പഠിക്കണം. അപ്പൊ ഇതില് 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങള് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം 1 മുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ഈക്വൽ ആയിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറിനും ബാധകമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഇപ്പൊ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് 50-50 ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ 50 മാർക്കിന് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എഴുതുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. അതല്ല സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് വിശദീകരിച്ച് എഴുതുന്ന ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പകുതി മാർക്കിനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പകുതി മാർക്കിനും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 1 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങള് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾസും ഉണ്ട്, നോർമൽ മൊഡ്യൂൾസും ഉണ്ട്. ഓപ്ഷണൽ മൊഡ്യൂൾസ് നിങ്ങൾ എയിൽ നിന്നോ അല്ലെ ബിയിൽ നിന്നോ അറ്റൻഡ് ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ ഹിസ്റ്ററി സബ്ജക്റ്റിന് പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിനും വരുന്നത്. ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത്. സെയിം നമ്മളെ മറ്റേ ഹിസ്റ്ററിയിൽ കണ്ട പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് എ കമ്മ്യൂണിറ്റി. അപ്പം ഇവിടെ ഏതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫീച്ചറിൽ വരുന്നത്? ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് ടെറിട്ടറി അല്ലെങ്കിൽ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഈസ് സ്ട്രോങ്ങർ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിന് ABCD എന്നുള്ളതിൽ ഏതാണ് കറക്റ്റ് ആൻസർ അത് മാത്രം എഴുതിയാൽ മതി. അപ്പൊ 1ാമത്തെ ചോദ്യം അങ്ങനെയാണ് വരുന്നത്. 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. 2ാമത്തെ ചോദ്യമൊക്കെ നോക്കിക്കേ. 2ാമത്തെ ചോദ്യത്തില് ഇതാ ഇവിടെ അങ്ങനെ 1 കാണുന്നുണ്ട് അല്ലെ. 2ാമത്തെ ഓപ്ഷനും കിടക്കുന്നുണ്ട്. ഇവിടെ ഓർ എന്നും കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓർ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ ഈ ചോദ്യം എഴുതുക അല്ലെങ്കിൽ ഈ ചോദ്യം എഴുതുക. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇതിൽ ഒന്നെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഈ ചോദ്യം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനോ ഓർ വരുന്നുണ്ടോ? ഇല്ല, ഓർ വരുന്നില്ല അല്ലെ. അപ്പൊ ഇത് എഴുതണം. ഇത് എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഇതില് ചോദ്യം ഏതാണ്? ഇലക്ഷൻസ് ആർ എ ഫോം ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡാഷ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതാണ് ഇവിടെ? പീപ്പിൾ ആണോ പൊളിറ്റിക്കൽ പാർട്ടി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ 1, 2, 3, 4, 5, 6, 7 ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് അല്ലെ. 9ാമത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 10ാമത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 11ാമത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇനി 12ാമത്തെ ചോദ്യവും മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു 25 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത് അല്ലെ. പക്ഷെ നമ്മള് സോഷ്യോളജിയിലെ 17 ചോദ്യങ്ങളാണ്, 1 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് ABCD എന്ന് തന്നിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതേണ്ട ചോദ്യങ്ങൾ. പിന്നെ വരുന്നത് ഏതാണ്? 18ാമത്തെ ചോദ്യം മുതൽ
നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ഏതാണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഉള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലേക്ക് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു കണ്ടന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ഓപ്ഷൻസ് തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, മലയാളത്തിൽ പഠിച്ച സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് പഠിച്ചവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ഇത്തരത്തിൽ ഓപ്ഷൻസ് തരുന്നത്. അതല്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. അപ്പോ നമ്മളിവിടെ 20ാമത്തെ ചോദ്യവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എനി 5 എന്ന് പറയാം. അപ്പൊ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ 5 മാർക്കാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇതിൽ കാണുന്നതാണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും എന്താണ് 2 എണ്ണം തെറ്റാണോ ശരിയാണോ എന്ന് എഴുതുക. 3 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, 2 മാർക്ക് കിട്ടും. ഇനി ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്, 3 മാർക്കിന്റെ ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യാം? അസേർഷൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ അസേർഷൻ എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദ ഡിറക്ഷൻ ഓഫ് എവല്യൂഷൻ കനോട്ട് ബി റിസർവ്ഡ് ഫ്രം കോംപ്ലക്സ് സ്റ്റേജ് ടു ദ സിമ്പിൾ സ്റ്റേജ്. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്താണ് ഒരു ഡീറ്റെയിൽഡ് തന്നതിന്റെ കാരണമാണോ രണ്ടാമത് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ കാരണം, പ്രോപ്പർ റീസൺ ആണോ ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നോക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? അസേർഷൻ ഈസ് ട്രൂ എന്താണ് ബട്ട് റീസൺ ഈസ് ഫോൾസ് എന്നുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. അതെന്താണ് അസേർഷൻ, അതെന്താണ് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അസേർഷൻ തന്നിട്ടുണ്ടാവും, റീസൺ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അസേർഷൻ വായിച്ചു നോക്കുക, ഇതിന്റെ കറക്റ്റ് റീസൺ ആണോ ഇവിടെ തന്നിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് റീസൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? അസേർഷനും ശരിയാണ് റീസണും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്ഷൻ എ ബി സി ഡി എന്നതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അങ്ങനെയാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലായല്ലോ. അസേർഷൻ റീസൺ, മൾട്ടിപ്പിൾ ചോയ്സ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 50 മാർക്കിൽ വരുന്നത്. അപ്പം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇതേപോലെ കിടക്കുന്നുണ്ടേ. അത് സോഷ്യോളജിയിൽ മാത്രമേ വരാറുള്ളൂ. ശ്രദ്ധിക്കുക, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന്റെ ഉത്തരം നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയെടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇനി കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തത് കൊണ്ട് ആൻസർ എഴുതിയില്ല എന്ന് പറയരുത്. ഓക്കെ. അപ്പം അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. പണ്ട് നമ്മള് സ്കൂൾസിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പം ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ 24ാമത്തെ ആൻസർ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാല് ഇവിടെ ഏതാണ് ഫാമിലി ഇൻ വിച്ച് വൺ ഈസ് ബോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെത് എന്താണ് അർബനൈസേഷൻ, ഫാമിലി ഓറിയന്റേഷൻ, അങ്ങനെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ഏതോ കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ അതിന്റെ കൂടെ 1 ആണ് കറക്റ്റ് എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഇനി ബി എന്ന് പറയുമ്പം 2 ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ ഇത് മൊത്തം എഴുതി വെക്കണോ എന്നില്ല. ഇതിന് പകരം എക്ക് നേരെ 1 ആണോ 2 ആണോ 3 ആണോ അത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ. അങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു പട്ടിക വരയ്ക്കാൻ പോവേ ചാർട്ട് മൊത്തത്തിൽ എഴുതി വെക്കേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കറക്റ്റ് ഓപ്ഷന് നേരെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ മാർക്കിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതിയതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറുതെ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് എക്സാക്ട് ചോദ്യത്തിന്റെ ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കൂടുതലായിട്ട് ഒന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ കൂടുതലായിട്ട് എഴുതേണ്ടത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളിലാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായതോ? അത് കറക്റ്റ് ആയില്ലേ? ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്
ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇത്രയും 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ കണ്ടിട്ടുള്ളത് അല്ലെ. ഇനി അടുത്ത് നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ പാസേജ് കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇത് ഏകദേശം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒരു സാമ്യമൊക്കെ ഉണ്ട് അല്ലെ. അപ്പം നമ്മളെ ഹിസ്റ്ററിയിൽ പക്ഷെ ഇത്രയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത്രയും പാറ്റേണിലില്ല. പക്ഷെ സോഷ്യോളജിയിൽ ഉണ്ട്. അപ്പം സോഷ്യോളജിയിൽ ഇനി വരുന്നതാ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് നിങ്ങൾ വേഗം വായിച്ചു നോക്കണം. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതുക. കണ്ടോ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാ? 2, 4, 6 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയാൽ ആൻസർ എഴുതാൻ പറ്റുന്നത്. അപ്പം 6 മാർക്കിനാണത്. ആ പാരഗ്രാഫ് നിങ്ങൾ വേഗം വായിച്ചു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ 25 ക്വസ്റ്റ്യൻ വരെ എന്താണ് കിടക്കുന്നത്? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ്. അപ്പൊ 25ാമത്തെ ചോദ്യം വരെ 50 മാർക്കിനാണ് കിടക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയാ? 2 മാർക്കിനുള്ളതുണ്ട്. ഇപ്പൊ നമ്മള് ഹിസ്റ്ററി കണ്ടത് എന്താണ്? 2, 3, 5 മാർക്കിനായിരുന്നു വരുന്നത്. ഇവിടെ എങ്ങനെയാ വരുന്നത്? 2 മാർക്കിന്റെ എത്ര ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ? എന്താ നോക്കൂ, 26ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സോഷ്യോളജി ഇതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓർന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ, 2 എണ്ണം എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ 26, 27 ഒക്കെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. പിന്നെ 32ാമത്തെ ചോദ്യം മുതൽ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ 3 മാർക്കിന്റെ 8 ചോദ്യങ്ങളാണ് വരുന്നത്. 3 മാർക്കിന്റെ 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ 2 മാർക്കിന് നമ്മൾ നോക്കിയില്ലല്ലോ. 2 മാർക്കിന്റെ 6 ചോദ്യങ്ങളും 2 മാർക്കിന്റെ 6 ചോദ്യങ്ങളും 3 മാർക്കിന്റെ 8 ചോദ്യങ്ങളുമാണ് വരുന്നത് സബ്ജക്റ്റീവ് ടൈപ്പില്. പിന്നെ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 5 മാർക്കിന് 39ാമത്തെ ചോദ്യം 5 മാർക്കാണ്. 40ാമത്തെ ചോദ്യവും 5 മാർക്കിനാണ്. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ളതാണ്, അത് സെപ്പറേറ്റ് നമുക്ക് പറയാം. അപ്പൊ 5 മാർക്കിന്റെ 2 ചോദ്യങ്ങളുമാണ് വരുന്നത്. അപ്പൊ 2 എസ്സേ എങ്ങനെ എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അല്ലെ, എസ്സേ എനിക്ക് മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ അറിയാം. ജസ്റ്റ് 10 മാർക്കേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുള്ളൂ. 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ അല്ലെ. അപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ ആയിട്ട് നിങ്ങൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഹോപ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഇനി ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. ഇതില് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷനിൽ നിന്ന് മാത്രം എഴുതുക. 41ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഓപ്ഷണൽ ഉള്ളത്. അപ്പൊ അതിന്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒറ്റ ഒരു ഇതായിട്ട് കൊടുത്തതാണ് കേട്ടോ അവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷണൽ മൊഡ്യൂൾസ് സെപ്പറേറ്റ് തന്നെ കൊടുത്തതാണ്. ഓപ്ഷണൽ മൊഡ്യൂൾസ് 1 നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ചോദ്യങ്ങള് കണ്ടോ, 1 മാർക്ക്. ഇതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് കണ്ടോ. അതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ 3 മാർക്കിന്റെ ചോദ്യം ഇതിൽ കാണുന്നില്ല. 3 മാർക്കിന്റെ ചോദ്യം ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവില്ല. ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് 1 മാർക്കിന്റെ, 2 മാർക്കിന്റെ, 5 മാർക്കിന്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ 41ാമത്തെ ചോദ്യം മുതൽ ഇവിടെ 49ാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് എന്താണ്? ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങള് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ചൂസ് ചെയ്യുക. 2 ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ആൻസേഴ്സും എഴുതാൻ നിൽക്കരുത്. ഇപ്പൊ ഓപ്ഷണൽ മൊഡ്യൂൾസ് ഇന്ത്യൻ കൾച്ചർ ആണ് നിങ്ങൾ പഠിച്ചെങ്കിൽ ഇതിലെ 41 നിന്ന് ആൻസർ എഴുതാം. ഇനി ചില കുട്ടികൾ ചോദിക്കുന്നതാണ്, ഓപ്ഷണൽ മൊഡ്യൂൾസ് 41 ഓരോ ഓപ്ഷനിൽ നിന്ന് എഴുതിയാല് 42 ഈ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ എഴുതാൻ പറ്റില്ല, അത് പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 41 മുതൽ 49 വരെയുള്ള ചോദ്യങ്ങള് ഓപ്ഷൻ 1 നിന്നാണ് എഴുതുന്നതെങ്കിൽ അത് തന്നെ എഴുതണം. അല്ലാതെ മിക്സ് ചെയ്തിട്ട് 41 അതിൽ നിന്ന് 41 ഓപ്ഷൻ 2 നിന്ന് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ,
അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടോട്ടൽ 49 ചോദ്യങ്ങളാണ്. 3 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. 100 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. 2 മാർക്കിന് ആദ്യത്തെ 1 മുതൽ 25ാമത്തെ ചോദ്യം വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 50 മാർക്കിന് ആ ഒരു ഏരിയാസ് ഉണ്ടാവും. ഇനി 26 മുതൽ 49 വരെ നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂളും സെക്ഷൻ ബിയും വരുന്ന ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് 50 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് നന്നായിട്ട് പഠിക്കുക, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നന്നായിട്ട് പഠിക്കുക, അതുപോലെ ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട്, അത് നന്നായിട്ട് പഠിക്കുക, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതും പഠിക്കുക, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അപ്പൊ ഇത്രയും എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഈ മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏരിയാസ് കണ്ടുപിടിക്കുന്നതിനും ഇംഗ്ലീഷ് അല്ല മലയാളത്തിലാണ് പഠിച്ചത്, അത് കാരണം ഈ ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് എന്ന് കരുതണ്ടേ. ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടല്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതേ രീതിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാൻ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഫെബ്രുവരി 11 മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒബ്ജക്റ്റീവ് ഏരിയ ബുദ്ധിമുട്ടുള്ളവര് സബ്ജക്റ്റീവ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് 50 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇപ്പൊ ഇതില് വരെയാണെങ്കിൽ 26 മുതൽ 49 വരെയുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ഏരിയയില് സബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ, അതായത് കാണാതെ ഒരു 5-6 പോയിന്റ് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പൊ മനസ്സിലാക്കി പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവും. മനസ്സിലാക്കി പഠിച്ചിട്ട് ആൻസേഴ്സ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുന്ന രീതിക്കുള്ള ആൻസേഴ്സ് എഴുതുന്ന തന്നെയായിരിക്കും അല്ലെ, മലയാളത്തിൽ പഠിച്ചവരാണെങ്കിൽ. അപ്പൊ നിങ്ങൾ സബ്ജക്റ്റീവ് ആ ഒരു ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് 50 മാർക്കിന് സ്കോർ ചെയ്യാം. ബാക്കി ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് എഴുതി വെച്ചാൽ പോലും നിങ്ങൾക്ക് 80 മാർക്കിന് എടുത്തൊക്കെ, അപ്പൊ ഒരു 10-30 അതിന് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 80 മാർക്കിന് എടുത്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ അത് അറിയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇത്തരത്തിൽ നല്ല രീതിക്ക് അരച്ച് കലക്കി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞാലേ അറിയുള്ളൂ ഇപ്പൊ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഹാളിൽ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത്. എക്സാം മോഡൽ എക്സാം എഴുതി നോക്കിയാലും മനസ്സിലാവും. അപ്പൊ മോഡൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മള് ക്രാഷ് കോഴ്സിനൊപ്പം ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, 2025 NIOS സൂപ്പർ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ക്രാഷ് കോഴ്സ്. അപ്പം നിങ്ങളിപ്പോ ഫെയിൽ ആയിട്ടുള്ള 2-3 സബ്ജക്ട് എഴുതി എടുക്കേണ്ട ആളുകളാണെങ്കിലും ഏപ്രിൽ ബാച്ചിൽ നോർമൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് യൂസ്ഫുൾ ആണ്. അപ്പോ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഏത് നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ഇനി NIOSലെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മള് സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്തു അല്ലെ, ഇനി അടുത്ത ഏതാണ് സബ്ജക്ട്? ഹ്യൂമാനിറ്റീസ് ബാച്ച് ആണ് അടുത്ത്. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. സോ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ലിങ്ക് ആ ഒരു ഗ്രൂപ്പുകളുടെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യ പേപ്പറൊക്കെ ചോദ്യങ്ങളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് റിവിഷൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരി മുതൽ. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇനി ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിന്റെ വെബ്സൈറ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം. താങ്ക് യു.